നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ തദ്ദേശീയരായ പൗരന്മാർക്ക് ജോലി നൽകുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ സമ്പ്രദായമാണ് നിതാഖാത്ത്. 10 താഴെ പേർ മാത്രം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിർബന്ധമായും ഒരു സ്വദേശിയെയെങ്കിലും ജോലിക്ക് വെക്കണമെന്ന് ഉത്തരവ് നിഷ്കർഷിക്കുന്നുണ്ട്. സ്ഥാപനങ്ങൾ സ്വദേശികളെ ജോലിക്കെടുക്കുന്നതിനുള്ള നിയമങ്ങൾ പാലിക്കണമെന്നും മൊത്തം തൊഴിൽ ശക്തിയുടെ 75% സ്വദേശികളാണെന്ന് ഉറപ്പാക്കണമെന്നും സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ട് സൗദി മാനവ വിഭവശേഷി മന്ത്രാലയം രംഗത്ത് വന്നിട്ടുണ്ട്. രാജ്യത്തെ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ സൗദികളെ നിയമിക്കുകയും അവർക്ക് ഉചിതമായ തൊഴിലവസരങ്ങൾ നൽകുകയും ചെയ്യണമെന്നാണ് മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. തൊഴിൽ മേഖലകളിൽ പ്രാദേശികവൽക്കരണ നിരക്കുകൾ കണക്കാക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനങ്ങളെ തരംതിരിക്കുന്നതിനുമായി മന്ത്രാലയം ഇതിനകം നടപ്പിലാക്കി വരുന്ന നിതാഖാത്ത് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. സ്വദേശികളെ നിയമിക്കുന്ന തോതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ സ്ഥാപനങ്ങളെ വിവിധ വിഭാഗങ്ങളാക്കി തരംതിരിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. പ്ലാറ്റിനം റേഞ്ച്, ഹൈഗ്രീൻ റേഞ്ച്, യെല്ലോ റേഞ്ച്, റെഡ് റേഞ്ച് എന്നിങ്ങനെ 4 വിഭാഗങ്ങളായാണ് സ്ഥാപനങ്ങളെ തരംതിരിക്കുന്നത്. പ്ലാറ്റിനം റേഞ്ചിൽ പ്രാദേശികവൽക്കരണത്തിൽ ഏറ്റവും കൂടുതൽ മികവ് പുലർത്തുന്ന ബിസിനസ്സുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ്. ഹൈഗ്രീൻ റേഞ്ച് സ്വദേശിവൽക്കരണ നിരക്കിന്റെ കാര്യത്തിൽ ശരാശരി നിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങളാണ്. യെല്ലോ റേഞ്ച് ആവശ്യമായ പ്രാദേശികവൽക്കരണ നിരക്കുകൾ നേടിയിട്ടില്ലാത്ത സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന വിഭാഗവും റെഡ് റേഞ്ച് പ്രാദേശികവൽക്കരണം ഏറ്റവും കുറഞ്ഞ സ്ഥാപനങ്ങൾ ഉൾക്കൊള്ളുന്ന വിഭാഗവുമാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സൗദി അറേബ്യ സ്വദേശികളെ നിയമിക്കുന്നതിനും വിദ്യാഭ്യാസം, ടെലികമ്മ്യൂണിക്കേഷൻ, റിയൽ എസ്റ്റേറ്റ്, എഞ്ചിനീയറിംഗ്, ആരോഗ്യ സംരക്ഷണം എന്നിവയിടങ്ങളിലെ വിവിധ മേഖലകളിലെ വിദേശ തൊഴിലാളികളെ മാറ്റി സ്വദേശികളെ സ്ഥാപിക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള നിരവധി സംരംഭങ്ങളാണ് നടപ്പിലാക്കുന്നത്. സൗദി പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് സ്വകാര്യ മേഖല സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ പദ്ധതി സൗദിവൽക്കരണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സ്വദേശികൾക്കായി ഒരു പ്രാദേശിക തൊഴിൽ പദ്ധതിയും സൗദി അറേബ്യ നടപ്പിലാക്കി വരുന്നു. 2024 ഇതിന്റെ ഭാഗമായി സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സൗദികളുടെ വേതനം ഏതാണ്ട് 45% വർദ്ധിച്ചിരുന്നു. രാജ്യത്ത് ജോലി ചെയ്യുന്ന മൊത്തം പൗരന്മാരിൽ 50.5% പേരും ജോലി ചെയ്യുന്നത് സ്വകാര്യ മേഖലയിലാണെന്നും മാനവ വിഭവശേഷി മന്ത്രാലയം അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സൗദികളുടെ എണ്ണം 24 ലക്ഷമായി വർദ്ധിച്ചുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. 2024 പുതുതായി തൊഴിൽ വിപണിയിൽ പ്രവേശിച്ച 3,61,000 പേർ ഉൾപ്പെടെയുള്ള കണക്കാണ് ഈ പറയുന്നത്. നിതാഖാത്ത് സമ്പ്രദായം നടപ്പിലാക്കുന്നതുമായി വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളെ പച്ച, മഞ്ഞ, ചുവപ്പ്, ബ്ലൂ എന്നിങ്ങനെയാണ് തിരിച്ചിട്ടുള്ളത്. ചുവപ്പ് തദ്ദേശീയർക്ക് ജോലി നൽകാതെ നിയമലംഘനം നടത്തുന്നവരെ ചുവപ്പ് പട്ടികയിലും ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽപ്പെട്ടാൽ തൊഴിലാളികളുടെ ജോലി ചെയ്യുന്നതിനുള്ള പെർമിറ്റ് പുതുക്കാനോ താമസരേഖയായ ഇഖാമ പുതുക്കാനോ സാധിക്കില്ല. പച്ചയാണെങ്കിൽ തദ്ദേശീയർക്ക് ജോലി നൽകിയാൽ പച്ച വിഭാഗത്തിൽ ഉൾപ്പെടാം. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് നിയമസഹായം ഉണ്ടാകും. മഞ്ഞ വിഭാഗത്തിലുള്ളവർക്ക് സ്വദേശിവൽക്കരണം നടത്തി പച്ച വിഭാഗത്തിൽ ഇടം നേടാനുള്ള അവസരം നൽകുന്നുമുണ്ട്. ഏതായാലും ഈ സ്വദേശിവൽക്കരണം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് മലയാളികളെ തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ മലയാളികൾ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേരുണ്ട്. അതിൽ തന്നെ ഒരു വലിയ പങ്ക് മലയാളികളാണ് സൗദിയിൽ ജോലി തേടി പോകാറുള്ളത്. ഇത്തരം ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇതുവരെ നിലവിലവിടെ സൗദിയിൽ ജോലി ചെയ്യുന്നവർക്കും സ്വദേശിവൽക്കരണം വരുന്നതോടുകൂടി മറ്റ് ജോലി സ്ഥലങ്ങൾ കണ്ടെത്തേണ്ട ഒരവസ്ഥ വരുന്നുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം. അതിന് പ്രവാസി മലയാളി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യൂ.